ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം നമുക്ക് വർക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളാണെങ്കിൽ ഒരു ജസ്റ്റ് ഒന്ന് കറങ്ങാനൊക്കെ കൊണ്ട് ഇറങ്ങിയതാണ്. ഒത്തിരി ദൂരമൊന്നും അല്ല, നമ്മുടെ സ്ഥലം കോന്നി ആയതുകൊണ്ട് തന്നെ അതിനടുത്ത് തന്നെ റാന്നിയിൽ പെരുന്തേനരുവി എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടമുണ്ട്. ഞാൻ ഇതുവരെ പോയിട്ടില്ല, അപ്പോൾ അവിടെ ഇട്ടൊന്ന് പോകാമെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ കൂട്ടുകാരന്മാർ നമ്മൾ കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങോട്ടുള്ള പോക്കിലാണ്. വഴിയൊന്നും അധികം കറക്റ്റായിട്ടൊന്നും അറിഞ്ഞുകൂടാ. എല്ലാവരും പോയിട്ടുള്ള ഒരാൾ കൂടെ ഉണ്ടായതുകൊണ്ട് ആ ഒരു ധൈര്യത്തിൽ പോവുകയാണ്. അങ്ങനെ നമ്മൾ വേണ്ട ഇപ്പോൾ പെരുന്തേനരുവി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇനി ഇതിനടുത്ത് തന്നെ ഒരു പെരുന്തേനരുവി ഡാമും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൂടെ കയറി കണ്ടിട്ട് എന്തായാലും നമ്മൾ തിരിച്ചു പോകത്തുള്ളൂ കേട്ടോ. കയ്യും വീശി നടന്ന് പോകുന്നുണ്ടല്ലോ. ഈ മുതലാണ് ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു അഹങ്കാരത്തിലാണ് പോകുന്നത്. നല്ല വെള്ളമുള്ളപ്പോൾ ഇവിടെ എല്ലാം നല്ല വെള്ളച്ചാട്ടം കാണാം. ഇത് മറ്റേ പവർ ഹൗസാണ്. മറ്റേ ഇതില്ലയോ ഇതാ കാരണം ഉണ്ടാക്കുന്നത്. ഞാനീ പോയി കഴിഞ്ഞാൽ പിന്നെ തിരഞ്ഞാലും കിട്ടത്തില്ലോ. ഫയർഫോഴ്സൊക്കെ ഒരു മാക്സിമം വരെയൊക്കെ നോക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നോക്കത്തില്ല. ഇത്ര ഹൈറ്റേ ഉള്ളൂ പെരുന്തേനരുവി വെള്ളച്ചാട്ടം. ഭയങ്കര ഫോഴ്സിലാണ് ഇവിടെ വെള്ളം വീഴും. അതാണ് എൻ്റെ പ്രത്യേകത. മഴ സമയത്ത് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ എറിച്ചിലടിച്ച് ഇങ്ങനെ കയറും. ഈ ഡാമിൻ്റെ പേരെന്ത്? പെരുന്തേനരുവി ഡാം. പെരുന്തേനരുവി. ഇതിലെ കൂടെ ഡാം പവർ സപ്ലൈക്കുള്ള വെള്ളം പോകും. കൂടെ ഡാമിലിപ്പോൾ വെള്ളമില്ലാതെ ഇതിൻ്റെ 10-15 ഇരട്ടി വലിപ്പമുണ്ട് മുല്ലപ്പെരിയാർ ഡാമിൽ. അങ്ങനെ കാഴ്ചകളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകണം. റാന്നിക്ക് ഇപ്പോൾ എന്നെ കൊണ്ട് ഷോർട്ടാന്ന് പറഞ്ഞ് വിളിച്ച് കയറ്റി ഒരു വനത്തിനകത്തോടുള്ള പോക്കാണ്. ഇതിപ്പോൾ കറങ്ങാൻ തുടങ്ങിയിട്ട് നേരം കുറേയായി. എന്തായാലും നമ്മൾ എങ്ങനെയൊക്കെ അതിനകത്ത് പുറത്തിറങ്ങി ഇപ്പോൾ വന്ന് ഒരു കുപ്പി വെള്ളം കുടിച്ചിട്ട് നമ്മൾ തന്നെ വീട്ടിലോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ, ബൈ.